സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകി. മലയോര തീരദേശ മേഖലയുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇടുക്കിയിലെ ഏലപ്പാറ, മുട്ടം, നെല്ലപ്പാറ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പാലാ നഗരം ഒറ്റപ്പെട്ടു. നെയ്യാർ ഡാം തുറന്നു. അരുവിക്കര ഡാമിന്റെ ഷട്ടർ ഇന്ന് ഉയർത്തിയേക്കും. കല്ലടയാർ, കരമന, മീനച്ചിലാൽ നദികൾ കരകവിഞ്ഞൊഴുകി. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. അടിമാലിയിൽ ദേവിയാർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കോട്ടയം ജില്ലയിലെ മണിമലയാറും മീനച്ചിലാറും കരകവിഞ്ഞൊഴുകുകയാണ്. കൂട്ടിക്കൽ, കൊക്കയാർ, മുന്നിലാവ് എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. പൂഞ്ഞാർ പയ്യാനിത്തോട്ടിൽ വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ച് ഒരു കുടുംബം വീടിനുള്ളിൽ കുടുങ്ങി. ഈരാറ്റുപേട്ട, മുണ്ടക്കയം എന്നിവിടങ്ങളിൽ പാലങ്ങളും ക്രോസ് വേകളും മുങ്ങി. ഈരാറ്റുപേട്ട, വാഗമൺ റോഡുകളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പാലാ, എരുമേലി, പൂഞ്ഞാർ മേഖലകളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കോട്ടയത്തെ പ്രധാന ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മലബാർ മേഖലയിലാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈങ്ങാപുഴയിൽ വെള്ളം കയറി. താമരശ്ശേരി ചുരം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട് ജില്ലയിൽ ജില്ലാ കലക്ടർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ലക്കിടി, വൈത്തിരി, മേപ്പാടി ഭാഗങ്ങളിൽ കനത്ത മഴയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മേപ്പാടിയിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പുന്നപ്പുഴ വലിയ കുത്തൊഴുക്കാണ്. ചാലിയാറിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്നു. ഇരുകരകളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകി.